എത്രയും പെട്ടെന്ന് സർക്കാർ ഏജൻസികൾക്ക് ഇടപെട്ട് ഭയം സൃഷ്ടിച്ചുകൊണ്ട് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റാണ് ഇതിനകത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇവിടെ അതിനെതിരായി ഭയം സൃഷ്ടിച്ചുകൊണ്ട് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റാണ് ഇതിനകത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇവിടെ അതിനെതിരായി ഭരണാധികാരികൾ കാണണം. ഭരണാധികാരികൾ കണ്ടാലേ ഒക്കൂ. വളരെ വ്യക്തമായി പറയട്ടെ, ഇതിനെതിരെ നമ്മുടെ ജില്ലാ കലക്ടർ കണ്ണടച്ചു. ഇതിനെതിരായിട്ട് നമ്മുടെ സംസ്ഥാന ഭരണകൂടം കണ്ണടച്ചു. സ്വാഭാവികമായി ഗവൺമെന്റിന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പഠനം നടത്തുന്നത് ശരിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും എനിക്കിവിടെ എന്താണ് കാര്യം എന്ന്, പക്ഷെ ഡയാലിസിസ് തുടങ്ങുമ്പോൾ അതിന്റെ പാർശ്വഫലങ്ങൾ കൂടി അത് കണക്കാക്കിക്കൊണ്ട് അതിന് അനുവാദം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് രാസമാലിന്യങ്ങൾ ഉണ്ടാവും. ആ 10 പേർക്ക് തുടങ്ങുവാനുള്ള സെന്റർ അതിന് അനുവാദം കൊടുത്തതിന് ശേഷം അത് ലാഭകരമാണ്, അതൊരു കച്ചവടമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ചാരിറ്റി ട്രസ്റ്റും പ്രവർത്തിക്കാൻ പാടില്ല. അത് ഈ ഡയാലിസിസ് രോഗികളുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഗുണപ്രദമാകുമോ അതുപോലെ നാട്ടുകാരുടെ ആരോഗ്യം കൂടി പരിശോധിക്കണം. പലപ്പോഴും കോവിഡിന്റെ പേരിൽ അതിന് പഴി പറയാറുണ്ട്. നമ്മുടെ ദുസ്സഹമായ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭക്ഷണത്തിന്റെ സാഹചര്യമാകാം, അതില്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാവാം. ദൈനംദിനമായിട്ട് കിഡ്നി രോഗികൾ ഈ നാട്ടിൽ പെരുകുന്നുണ്ട്. സ്വാഭാവികമായും ഡയാലിസിസ് തുടങ്ങേണ്ടത് അതിനെ സംബന്ധിച്ച് തീർത്തും ബോധ്യവാന്മാരാകേണ്ടത്, അതിന്റെ ലൈസൻസുകൾ ലഭിക്കേണ്ടതുണ്ട്. ചെയ്തുകൊണ്ട് അവിടുത്തെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ട് ശാന്തമായ ഒരു നാട്, ആ നാട് ശാന്തമായി മാറിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങിയെന്ന് അറിയുവാൻ സാധിച്ചു. അഭയം ഡയാലിസിസ് സെന്റർ, അഭയം ചാരിറ്റി കേന്ദ്രത്തിന്റെ അടിസ്ഥാന നേതൃത്വത്തിൽ അവിടെ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചു. ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് കുറ്റമല്ല. അവിടെ രോഗികൾക്ക് അത് വളരെയധികം ആർദ്രമുഖവും അവരുടെ അതിശക്തമായ പ്രതിഷേധം, അവരുടെ മുദ്രാവാക്യങ്ങളിലും അവരുടെ ജാഥകളിലും ഇരമ്പുന്നതായി നമ്മൾ കണ്ടു. ഇതിവിടെ ഈ സമരം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഇത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടിയ ഒന്നുമല്ല. പാരിക്കാടിലെ നൂറുകണക്കിന് നിവാസികളുടെ ദൈന്യതയാർന്ന ഇന്നത്തെ ജീവിതം, ആ ജീവിതാവസ്ഥയ്ക്ക്, ആ ദുസ്സഹമായ അവസ്ഥയ്ക്ക് അടിയന്തിരമായിട്ട് പരിഹാരം ഉണ്ടാക്കണമെന്ന് അവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒന്നായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ജനകീയ സമരമാണിത്. ഇതിന് രാഷ്ട്രീയത്തിന്റെ മുഖമില്ല, ഇതിന് മറ്റൊരു വിഷയവുമില്ല. പാരിക്കാട് പ്രദേശത്ത് ജനിച്ചു പോയത് കൊണ്ട് അവർ ഇന്നലെ വരെ വളരെ നല്ല രൂപത്തിൽ, നല്ല തണുപ്പും നല്ല കാറ്റും കൊണ്ട്, നല്ല ശുദ്ധമായ കുടിവെള്ളവും ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ആളുകളെ എനിക്ക് പലരെയും അറിയാം പാരിക്കാട്. അപ്പോ ഇവർ കണ്ടെത്തിയ മാർഗം ഇതൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ എങ്ങനെ ഈ നൂറുകണക്കിന് വീടുകളിലെ കിണറുകളിൽ എന്ന് പറയാൻ ഇവർക്ക് ബാധ്യതയുണ്ട്? എത്താൻ പറ്റുമോ? എത്താമോ? ഈ വേസ്റ്റ് ജലം
ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ആ വേസ്റ്റില് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. അമ്മമാരുണ്ട് ഇവിടെ, കുട്ടികളുണ്ട്. AIDS രോഗമടക്കം, മഞ്ഞപ്പിത്ത, ഹെപ്പറ്റൈറ്റിസ് അടക്കമുള്ള രോഗമുള്ള ആളുകളെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. കിഡ്നി വെറുതെ അടിച്ചു പോകും, രോഗം വന്നിട്ട് അടിച്ചു പോകുന്നത്. അങ്ങനെ രോഗികളായ ആളുകളെ ഡയാലിസിസ് ചെയ്യണ്ട എന്നും ഞങ്ങൾ പറയുന്നത്. ആ നിയമങ്ങൾ പാലിക്കാൻ അറിയില്ലാത്ത ആളുകൾ അത് അവിടെ ഇട്ടേച്ചു പോകുന്നതാണ് എന്ന് പറയുന്നത്. അത് അവിടെ ഇട്ടേച്ചു പോകുന്ന നിങ്ങൾക്ക് ഇത് പറഞ്ഞ പണിയല്ല എന്ന് പറയാൻ തന്നെ അവസരം. ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിക്കുന്നു. കാശ് പുസ്തകപ്പോ ചുരുങ്ങിയ ചെലവിലെല്ലാം നടക്കണം വേണ്ടേ? ജനങ്ങളുടെ ചെലവിലോ സമ്മതിക്കില്ലേ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയം അല്ലാതെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ല രാഷ്ട്രീയം. ഇന്ന് രാഷ്ട്രീയം എന്ന് വെച്ചാൽ മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന രൂപത്തിൽ കാശുണ്ടാക്കൽ മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനൊരു സംഗതിയുമായി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, ഞങ്ങളുണ്ടാവും സമരത്തോടൊപ്പം മുഴുവൻ സമയം എന്ന് പറയാൻ ഞാൻ ഈ അവസരം നിങ്ങളോടൊപ്പം എന്ന് പറയാം. നമ്മൾ എപ്പോഴും പറയാറില്ല, അതല്ലേ ശരി കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവര് പറഞ്ഞു സമരം ചെയ്യാൻ നിരകൾ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു അതല്ല ശരി, അതല്ല ശരി. ഇവിടെ ഒരു സമൂഹമുണ്ട്, ഇവിടെ ഒരു സമൂഹമുണ്ട്. അവർ എവിടെ അനീതി കാണുന്നു അവിടെ ഓടിയെത്തും. ആ പൊതുസമൂഹത്തിനൊരു ഉയർത്തുന്നവരാണ്. എവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെ ഓടിയെത്തുന്ന ആളുകളാണ് ആ പൊതുസമൂഹം. അപ്പൊ രോഗമുണ്ടാക്കുന്ന അവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ മുദ്രാവാക്യം കേട്ടു. ഇവിടെ നിങ്ങൾ ഈ ത്യാഗം അനുഷ്ഠിക്കുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടിയാണ് എന്നുകൂടി ഓർക്കുക. ഇന്നും ചെറിയ കുട്ടികൾ രോഗഗ്രസ്തരായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അത് നേരെ കൊണ്ടുപോയിട്ട് തോട്ടിലെറിഞ്ഞാൽ മതിയോ? ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ കുഴൽക്കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അത് കുഴിച്ചത് അപ്പോഴേ കിടക്കുന്നത്, അതിലേക്ക് ഒഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു ഗവൺമെന്റ് നിയമങ്ങളും പാലിക്കപ്പെടാതെ എല്ലാ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതോ ദുഷ്ടലാഭത്തിനു വേണ്ടി ഒരു പ്രദേശത്തെ ഒന്നടങ്കം ദുരിതത്തിലെത്തിയ കാഴ്ചയാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി നാം കാണുന്നത്. കുറെ കാലങ്ങളായി സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഇവർ ഗത്യന്തരമില്ലാതെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ കാട്ടുന്ന അനീതിയും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അനീതിയും ഒരു പ്രദേശത്തിന്റെ ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തെ തുരങ്കം വെക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റും. ആരോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് സ്ഥാപനങ്ങളും ഗവൺമെന്റ് സംവിധാനങ്ങളും മാറുന്നിടത്താണ് ജനകീയ സമരങ്ങളുടെ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം സമരങ്ങൾ വിജയിച്ച ചരിത്രമേ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളൂ. അത്തരം ചരിത്രങ്ങളിലേക്ക് നമ്മുടെ ഈ ബാരിക്കാട് പ്രദേശവും മാറണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിനീതമായ സമയത്ത് പറയാനുള്ളത്. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം
മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.